ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, ഇതൊരു നാറിയ കുടുംബമാണ്. ഈ ഒരു കുടുംബത്തിലേക്ക് എൻ്റെ മോളെ കെട്ടിച്ചു വിടാൻ പാടില്ലായിരുന്നു. വലിയ കുടുംബക്കാർ വന്നിരിക്കുന്നു. ഈ ബാലനെയും കുടുംബത്തെയും പറ്റി നാട്ടുകാർക്കെല്ലാം വലിയ അഭിപ്രായമാണല്ലോ. കാറി തുപ്പാണ് കേട്ടോ ഇത്രയും പറഞ്ഞിട്ട്. ഇതുപോലൊരു നശിച്ച കുടുംബം, ഈ കുടുംബത്തെ പറ്റിയാണോ നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അവസാനം ബാലൻ്റെ കൺട്രോൾ തെറ്റി എന്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഗോമതി പോയി തടയാണ്. ബാലേട്ടാ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഈ മുറ്റത്ത് വന്നതെന്ന് ഈ വൃത്തിയുടെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണമെന്നാണ് നീ പറയുന്നത്? എടോ ബാല, താനാണോടോ വലിയ നന്മയുടെ വലിയ ആൾ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനു കേട്ടോ അങ്ങനെ വലിയ സത്യസന്ധം വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് കളിയാക്കി വെക്കുകയാണ്. ദേവി പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയതെന്ന്. എന്നിട്ട് വീണ്ടും ഉദയഭാനു അതൊന്നും കേൾക്കാതെ ബാലനെ കുറ്റപ്പെടുത്തി അങ്ങോട്ട് പറയാനാണ്. ബാലൻ വീണ്ടും പോകാനുണ്ട്, അയാൾക്ക് 2 കൊടുക്കണമെന്ന്. അപ്പം ഗോമതി പറഞ്ഞു കൊടുക്കണം, ബാലേട്ടാ നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളെ പ്രകോപിപ്പിക്കുന്നത്. പോകരുത്. പക്ഷേ ആനന്ദ് വിടുന്നില്ല കേട്ടോ. എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് ആനന്ദിനെയാണെങ്കിലേ എല്ലാവരും പിടിച്ചു വെക്കുകയാണ്. എന്നാലും ആനന്ദ് കൈയൊക്കെ തട്ടി മാറ്റി കതക് തുറന്നിങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ശ്രീകല പറഞ്ഞിട്ടാ, ബാലനെ ഇങ്ങോട്ട് പറഞ്ഞു വിടടി, എന്തിനാടി കയറി അകത്തൊളിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴാണ് തുറന്നു വരുന്നത് ആനന്ദ്. പെട്ടെന്ന് ആദ്യം ഇവരെല്ലാവരും ഞെട്ടുകേട്ടോ. ദേവിയും അതേപോലെ തന്നെ എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ടാണത്. അപ്പോൾ ദേവി ആനന്ദേട്ടാന്ന് വിളിക്കുന്നുണ്ട്. എടി, ഈ മുറ്റത്ത് വന്നത് നീയൊക്കെ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? പിന്നെ മനസ്സാക്ഷിയെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും നിങ്ങൾക്കൊക്കെ എന്താ അധികാരം? ആനന്ദേ, മിണ്ടരുത്, നിർത്തിക്കൊള്ളണം എന്ന് ശ്രീകലയുടെ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗോമതി സ്റ്റോറിലെ പണം കണ്ടപ്പോഴേ നിങ്ങൾക്ക് ഈ അഭിമാനമൊന്നും ഇല്ലായിരുന്നോ? പല കള്ളത്തരങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് ഈ മോളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ഈ മനസാക്ഷി അഭിമാനമൊക്കെ അന്ന് അവിടെ പോയി. ആനന്ദേ മോനെ, നമുക്ക് എന്ത് സംസാരിക്കണമെങ്കിലും അകത്ത് പോയിരുന്ന് സംസാരിക്കാം. നമ്മുടെ കുടുംബ പ്രശ്നം നാട്ടുകാരെ അറിയിച്ചാൽ നമുക്ക് 2 പേർക്കും നാണക്കേടല്ലേ? അപ്പം തന്നെ ഗോമതി പറയുന്നുണ്ട്, ഇനി ഒന്നും അകത്തിരുന്നുള്ള സംസാരമൊന്നും വേണ്ട. പിന്നെ ഇനി എൻ്റെ വീട്ടിനകത്ത് നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ഞാൻ കയറ്റത്തില്ല. ഇറങ്ങി പോവാൻ പറഞ്ഞതല്ലേ, പോകാൻ പറഞ്ഞാൽ പൊക്കോളണം, ഇവിടെ നിൽക്കണ്ട. അപ്പോൾ ആകാശ് ഇങ്ങോട്ട് വന്നിട്ട് പറയാം, ഏട്ടാ നമുക്ക് പോലീസിനെ വിളിച്ചാലോ? ഇവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, പോലീസിനെ വിളിച്ചേ പറ്റത്തുള്ളൂ. ഇവർ ഇന്ന് വരെ നമ്മളോട് ചെയ്തതെല്ലാം പോലീസിനെ അറിയിക്കണം, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. അത് തന്നെയാണ് വേണ്ടത് എന്ന് ആര്യൻ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനാണ് കേട്ടോ. അപ്പം ആര്യനാണ് ഓടിച്ചെന്ന് നമ്മൾ ആര്യനോട് ഗോമതി പറഞ്ഞോണ്ട്, വേണ്ട, പോലീസും കേസും വഴക്കൊന്നും വേണ്ട, അവരവരെ വഴിക്ക് പോട്ടെ, മര്യാദയ്ക്ക് മോളെയും വിളിച്ചും കൊണ്ട് പൊക്കോളണം എന്ന് ഗോമതി അവസാനമായിട്ട് അങ്ങ് പറയണം. അപ്പോൾ ദേവി പറയാനുണ്ട്, ആനന്ദേട്ടാ എന്നെ പറഞ്ഞു വിടല്ലേ ആനന്ദേട്ടാ, എടി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് നീ പല അടവ് എടുക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇനി എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. ആനന്ദേട്ടാ അങ്ങനൊന്നും പറയല്ലേ, എൻ്റെ വീടല്ലേ ഇത്. എൻ്റെ ആനന്ദേട്ടനെയും ഇവിടെയുള്ളവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാ? ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നീ ചെയ്തൊന്നും എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയെ പിടിച്ച് ഒരൊറ്റ തള്ളു കൊടുക്കാനോട്ടോ ആനന്ദ്. സ്ത്രീകളെ കിടന്ന് ഉറച്ച് വിളിക്കുക, അയ്യോ നാട്ടുകാരെ ഓടി പറഞ്ഞേ, ഇതാ ഇവൻ എൻ്റെ മോളെ തള്ളണേ എന്നൊക്കെ പറഞ്ഞു. മിണ്ടിപ്പോവരുത് ഒരൊറ്റ അക്ഷരം എന്നും പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി ഇവിടെ ആനന്ദ് ഇവരുടെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് പറഞ്ഞിട്ട്, ഈ മുറ്റത്ത് നിന്ന് ആവശ്യമില്ലാത്ത ഷോ ഇറക്കരുത്. പിന്നെ എൻ്റെ മുന്നിൽ നീ കുറേ കാലം നല്ല മനോഹരമായിട്ട് അഭിനയിച്ചു, ഇനി ആ ഒരു അഭിനയം വില പോകില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോക്കോ. ഇപ്പോൾ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യവും പകയും ഉള്ളത് അത് നിന്നോട് മാത്രമാണ്. എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാതെ ഇറങ്ങിപ്പോടി. അപ്പം തന്നെ ദേവിക്ക് സഹിക്കട്ടു. ദേവി പൊത്തി അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ട്, ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോകും നീ ഇനി ഇവിടെ നിന്ന്, ചിലപ്പോൾ നിൻ്റെ കഴുത്തിന് ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കഴുത്തിലോട്ട് ആ കൈ കൊണ്ട് അങ്ങോട്ട് വെക്കാനിട്ട് പെട്ടെന്ന് ദേവി അങ്ങ് ഞെട്ടി ധരിച്ചു പോവാണ്. ആ കൈ കൊണ്ട് തൻ്റെ കയ്യിൽ താലി കെട്ടിയ ആ നിമിഷം ഒരു നിമിഷം ദേവി മനസ്സിൽ ഓർത്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് നിന്നെ വലിച്ചെടുക്കാൻ പോയ കൈനെ ദേവി ഇറുക്കി പിടിച്ചിട്ട് പറയാം, കൊല്ലാനന്ദേട്ടാ എന്നെ വിടടി അങ്ങോട്ട്, കൊല്ലാനാ പറഞ്ഞത് എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ ദേവിയുടെ കഴുത്തിൽ ദേവി തന്നെ ഇറുക്കി പിടിച്ചു കണ്ടിട്ടോ. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ശ്രീകല പിടിച്ച് വലിച്ച് നീക്കിയിട്ട് ഇങ്ങോട്ട് പാടി, അയ്യോ ഓടി പറഞ്ഞേ എൻ്റെ മോളെ ഇവൻ കൊല്ലുന്നേന്നും പറഞ്ഞ് അലറി വിളിക്കാട്ടോ. അപ്പോൾ തന്നെ ആനന്ദ് പറയാം, മിണ്ടാതിരുന്നോളണം, ഞാൻ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ മകൾ തന്നെയാണ് എൻ്റെ കൈ പിടിച്ച് വെച്ചിട്ട് എന്നെ കൊല്ലെന്ന് പറഞ്ഞത്, നിങ്ങൾ കേട്ടോണ്ടല്ലേ നിൽക്കുന്നത്. ഇതുപോലെയുള്ള പല കള്ളത്തരം പറഞ്ഞ് എന്നെ വശീകരിക്കാൻ വേണ്ടി ഇവൾ നോക്കും, പക്ഷേ ഇനി ഇതൊന്നും നടക്കത്തില്ല. മോളും അമ്മയും അച്ഛനും ഇനി അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എടി, നിന്നെപ്പോലെ ഒരുത്തിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല.
നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കുന്ന പോലെ നീ അഭിനയിക്കുക ചെയ്ത്. അയ്യോ ഇല്ല ഇല്ല, അങ്ങനെ പറയല്ലേ എന്ന് ദേവി പറയാണ് കേട്ടോ. മിണ്ടി പോകരുതെന്ന് വീണ്ടും അടുത്ത് നിന്ന് പറയാം. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ഒന്നും പറയാൻ പറ്റാതെ ഉള്ളിൽ ഉരുകി ജീവിച്ചവനാണ് ഞാൻ. എൻ്റെ അച്ഛനമ്മയും വേദനിക്കുമെന്നും പറഞ്ഞിട്ട് ഒരു സമയത്ത് എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ തന്നെ ഗോമതി അന്തം വിടും കേട്ടോ. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചോ? എൻ്റെ അമ്മയും അച്ഛനെയും അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ മനസ്സിലാലോചിച്ചിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതെന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചത്. അറിയോ? ഇത് കേട്ട് ബാക്കി എല്ലാവരും ഞെട്ടിത്തരിച്ചു പോകാട്ടോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്. എന്നിട്ട് ദേവിയുടെ അടുത്ത് വീണ്ടും പറയാം, എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നീ ഒറ്റൊരുത്തിയാണ്. പിന്നെ ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും കാലം ഞാൻ ജീവിച്ചു, പക്ഷേ നിൻ്റെ കൂടെ ജീവിച്ചത് ഞാൻ നരകത്തിൽ ജീവിക്കും പോലെയാണ്. മതി, ഇനി നീ എന്നെ ആനന്ദേട്ടാന്ന് വിളിക്കരുത്. ആനന്ദേട്ടാ എന്നോടൊന്നും ക്ഷമിക്കുക, ആനന്ദേട്ടാ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് തൊഴുതപേക്ഷിക്കാട്ടോ. ഇനി നീ ഒരൊറ്റ അക്ഷരം പറഞ്ഞു പോകരുത്, മിണ്ടരുത്. നിനക്ക് എന്തെങ്കിലും എന്നോടൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിൻ്റെ ഈ തന്നെയും തള്ളയും വിളിച്ചും കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പോകണം. അതാണ് വേണ്ടത്. ഇത്രയും കാലം ഞാൻ ഒന്നും പറയാറുന്നത് എൻ്റെ ഈ വീട്ടുകാരെ ഓർത്തിട്ട് അവർ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇനി എൻ്റെ വീട്ടുകാരോട് എനിക്ക് മറച്ചു വെച്ച് അഭിനയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ നിയന്ത്രണം തെറ്റുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചും കൊണ്ട് പോകാൻ നോക്ക്. പോവാനാണ് പറഞ്ഞത്, അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ആണെന്നിട്ടാ പ്ലീസ് ആണെന്നിട്ടാ, എടി നിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് പോവാനാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ പോകണില്ല കേട്ടോ. ഇപ്പോൾ പറയാം, അവസാനമായിട്ട് നമ്മുടെ ആനന്ദ് പറയാം, ഇപ്പം നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ എൻ്റെ മരണത്തിന് കാരണം നീയാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ട്, നീ മാത്രമല്ല നീയും നിൻ്റെ തന്തയും തള്ളയുമാണെന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ട് ഞാൻ ചത്തുകളയും. അതിലൊരു മാറ്റവും ഇല്ല. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോമതിയും ബാലനും ഒക്കെ പേടിച്ച് വിറക്കിയാട്ടോ. എടാ എന്തൊക്കെയാടാ നീ വിളിച്ച് കൂവുന്നത്? ബാലൻ ഓടി ഇങ്ങോട്ട് വരുവാട്ടോ. എന്നിട്ട് പറയാം, എന്താടാ നീ പറഞ്ഞത്? അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞതല്ല അച്ഛാ, ഞാനിത് ചെയ്യും, അത് ഉറപ്പാണ്. ഇവളുടെ ശല്യത്തിന് വേണ്ടി രക്ഷപ്പെടാനായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് പറഞ്ഞോട്ട് ആനന്ദ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് പറയാം, അച്ഛാ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവളോട് ഇവിടുന്ന് പോവാൻ പറ. പക്ഷേ പോകണ്ടേ? അപ്പോൾ ആര്യം പറയാണ്, ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ ചെയ്ത തെറ്റിന് ഏട്ടൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ അനുഭവിക്കേണ്ട മാക്സിമം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ നിമിഷം ഇവിടുന്ന് പോകണം. ആണെന്നിട്ടാ പ്ലീസ് ആണെന്നിട്ടാ മിണ്ടരുത് നീ. അച്ഛനോട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇത്ര കാലം അച്ഛനോടും അമ്മയോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. ഇവളോട് ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാൻ പറ. ഇനി എൻ്റെ ജീവിതത്തിൽ ഇവളുടെ ആവശ്യം ഇല്ല. ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതും കല്യാണം ആലോചിച്ച് കൊണ്ടു തന്നതും അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ തന്നെ ഇവളെ പറഞ്ഞു വിടണം, മനസ്സിലായോ? ഇവളുടെ വഴിക്ക് വിടണം. ആനന്ദേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവി, എടി നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഇല്ലാതെ ഇവൻ എങ്ങനെ ജീവിക്കുന്നു ഞാനൊന്ന് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല. അപ്പോൾ വീണ്ടും അവസാനമായിട്ട് നമ്മുടെ ആനന്ദ് അച്ഛനോട് പറയാം, ഇവളെ കണ്ടെത്തുന്നത് അച്ഛനാണ്. ഇപ്പം ഞാൻ പറയാണ്, എനിക്കിവളെ വേണ്ട. എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എനിക്ക് വേണ്ട. ഇനി എനിക്ക് അവളെ സ്വീകരിക്കാനും പറ്റില്ല, ഇവളുടെ കൂടെ എനിക്ക് ജീവിക്കാനും കഴിയില്ല, പൊക്കോളാൻ പറയണമെന്ന്. അപ്പോൾ ദേവി തളർന്നു പോയിട്ടോ, ഇപ്പോൾ വീഴുമെന്നുള്ള അവസ്ഥയിലെത്തി. അവസാനം ശ്രീകല പറഞ്ഞിട്ടുണ്ട്, മോളെ ഇവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ്, അങ്ങനെ ഇവനെ ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. അതിനെ ശ്രമിച്ചാൽ ഈ ദേവമംഗലം കാര്യം മുഴുവനും അനുഭവിക്കും എന്ന് ശ്രീകല വീണ്ടും പറയാൻ കേട്ടോ. അവസാനം നമ്മളെ ഉദയഭാനു പറഞ്ഞിട്ട്, ദേവി നമുക്ക് പോവാം, വാ, നമ്മളെ ഭീഷണിപ്പെടുത്താമെന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കണ്ട. അപ്പോൾ ബാലൻ പറഞ്ഞിട്ട്, മതി നിർത്തിക്കോ, ഇനി ഒരൊറ്റ വാക്ക് ഇവിടുന്ന് മിണ്ടിപ്പോകരുത്. ഈ നിമിഷം നിങ്ങളെ മോളെയും കൊണ്ട് ഇവിടുന്ന് പൊക്കോളണം, ഇല്ലെങ്കിലേ ബാലൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരുമെന്ന് ബാലനും അങ്ങോട്ട് പറയാൻ കേട്ടോ. എന്നിട്ട് ആനന്ദിൻ്റെ തോളിൽ കൈവച്ചിട്ട് പറയാം, എൻ്റെ മോനെ ഈ ഒരു അവസ്ഥ വന്നിച്ചത് ഞാനാണ്. ആ കുറ്റബോധം എൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ വിളിച്ചുകൊണ്ട് പോവാനാ ഞാൻ പറയുന്നത്. പൊക്കോ, വാ മോളെ, വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകല ഉദയഭാനും കൂടി. പക്ഷേ ദേവി പോകുന്നില്ല. ഇല്ലച്ചാ ഞാൻ വരില്ല, വാടി ഇങ്ങോട്ട്, നിന്നോട് വരാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ദേവി വലിച്ചടക്കണം. ദേവി പെട്ടെന്ന് ആനന്ദിൻ്റെ കയ്യിൽ കയറി അങ്ങോട്ട് ഒരു പിടുത്തം പിടിക്കാൻ കേട്ടോ. പക്ഷേ ആ ദേവിയുടെ കയ്യിലേക്ക് ബാലൻ അങ്ങോട്ടൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. ദേവി അന്തം വിട്ട് പോവാട്ടോ. ബാലൻ ഇറുക്കി പിടിക്കുകയാണ് ദേവിയുടെ കയ്യിൽ. എന്നിട്ട് വലിച്ചെടുത്ത് അങ്ങോട്ട് തള്ളിയിട്ട് കൊടുക്കുകയാണ് കൈനേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രീകല പറയാം, നിനക്ക് തൃപ്തിയായില്ലേടി, പോരെ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് ദേവി
ദേവിയെ പിടിച്ച് വലിച്ച് വെളിയിലിറങ്ങിയിട്ട് വീണ്ടും ശ്രീകല പ്രാഗി തൊലയ്ക്കണം കേട്ടോ. ദേ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാണ്. ഒരാഴ്ച സമയം തരും. ഈ ഒരാഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. അത് മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ ഈ ശ്രീകല ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും. ഈ ഒരാഴ്ചയ്ക്കൊക്കെ ഉള്ളിൽ ദേവിമോളെ ഞങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങൾ തന്നെ വിളിച്ചുകൊണ്ട് പോയിരിക്കണം. ഇല്ലെങ്കിൽ കാര്യം വേറെ വല്ലത് മാറി മറിയും. മനസ്സിലായല്ലോ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഈ ശ്രീകല പറയുന്നത്. ഓർത്തോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭീഷണി സ്വരം എല്ലാം കൊടുത്തിട്ടാണ് ശ്രീകല മകളെയും വിളിച്ചും കൊണ്ട് പോകുന്നത് കേട്ടോ. ഇതെല്ലാം കണ്ടും അപ്പുറത്ത് നിന്ന് കണ്ടും കേട്ടും കൊണ്ട് നമ്മുടെ അച്യുതൻ ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, ഓ ഇനിയിപ്പോൾ ബാലിനൊരു സമാധാനം കാണൂല. നമുക്ക് ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാൽ മതി. ഉദയഭാനും ശ്രീകലയും കൂടെ ആയിക്കോളും ഇനിയെല്ലാം. ഇനിയിപ്പോൾ ഉദയഭാനുവിനെ വിളിച്ച് ഞാൻ ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കാൻ പോവാന്ന് കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. ആ സമയത്ത് ധർമ്മൻ വന്ന് കൈ തടയാണ്. ഏട്ടാ വേണ്ട, വെറുതെ അവരോടൊന്നും ഈ പറയല്ലേ. എത്രയൊക്കെ ആയാലും അവരെ ദ്രോഹിക്കുന്നതിനൊരു പരിധിയില്ലേ. ജീവിച്ചു പൊക്കോട്ടെ. ഗോമതി ചേച്ചി നമ്മുടെയൊക്കെ സഹോദരിയല്ലേ. ആഹാ, നമ്മുടെ സഹോദരി അല്ല അവള്. എൻ്റെ സഹോദരിയല്ല, നമ്മുടെ ആരുടെയും സഹോദരിയല്ല. പിന്നെ ഞങ്ങളുടെ ആ സഹോദരി അല്ലെങ്കിൽ നിൻ്റെ സഹോദരിയല്ല. പറഞ്ഞു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിക്കുന്നതാണോ ഏട്ടാ ബന്ധങ്ങൾ? ഉടനെ നമ്മുടെ അച്യുതനാണെങ്കിൽ ധർമ്മൻ്റെ ഷർട്ടി കയറി കുത്തിപ്പിടിച്ചിട്ട് പറയണം, എന്താണ് നിനക്കൊരു മനമാറ്റം? കൃഷ്ണമംഗലത്തെ ചോറ് എല്ലിൻ്റെ ഇടയിൽ കുത്തുകയാണോ? കള്ളനെന്നും പറഞ്ഞ് അവിടുന്ന് ആട്ടി ഓടിച്ചപ്പം പിടിച്ച് കയറ്റാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഉപദേശിക്കാൻ വന്നേക്കുന്നു. അപ്പം സുകന്യ പറയണം, അയ്യോ ധർമ്മയുടെ അറിയാതെ പറഞ്ഞതാ, അയ്യോ ക്ഷമിക്കുക ചുവേട്ടെന്ന് പറയാട്ടോ. എടാ നോക്കിയും കണ്ടും സംസാരിച്ചോണം, ഇല്ലെങ്കിൽ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അപ്പോൾ ഉണ്ട് അമ്മയും അനന്തനും കൂടെ അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ട്, അച്യുതാ എളുപ്പമുണ്ടെന്ന് കരുതിയിട്ട് ആ പാവത്തിനൊന്നും എന്തോ ആവാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ തന്നെ ധർമ്മൻ പറയാം, പോട്ടെ അമ്മേ, ഏട്ടനല്ലേ വിട്ടേക്ക്. അയ്യടാ അവൻ്റെ ഒരു ഔദാര്യം വന്നിരിക്കുന്നു. എടാ ഏട്ടൻ്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്നവനാണ് അനിയൻ. ഏട്ടാ ഇവന് പുതിയ വെളിപാടുണ്ടായിരിക്കുന്നു. ഗോമതി നമ്മുടെ അനിയത്തിയാണെന്ന്. അവന് മാത്രമല്ല ഇവിടെ വേറെ ചിലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അലോകം വന്നിട്ടുണ്ട്. ഇപ്പം ദേവമംഗലത്തോടെ ഒരു ചായ്വ്. ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോ, നിനക്ക് അങ്ങോട്ട് പോകാൻ വരെ താല്പര്യമുണ്ടോ? എന്നാൽ പിന്നെ പോടാ, നീ പോടാ. നിന്നെ അവരെ ഇറക്കി വിട്ടതല്ലേ. അപ്പോൾ ഉടനെ ധർമ്മൻ പറഞ്ഞിട്ട്, എന്നെ അവിടെ ആരും ഇറക്കി വിട്ടില്ല. പൈസ മോഷിച്ചൊരു സംശയം വന്നപ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വന്ന് ഞാനിങ്ങ് ഇറങ്ങി വന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ആരും ഇറക്കി വിട്ടില്ല. പിന്നെ പലതവണ അവരെന്നെ വിളിച്ചതാ. അപ്പുറത്ത് അളിയൻ പോലും ഇവിടെ വന്ന് എന്നെ വിളിച്ചു. നിങ്ങളെല്ലാം കണ്ടതല്ലേ. പിന്നെന്താ? എന്നാൽ പിന്നെ പോടാ എന്ന് പറഞ്ഞ് തള്ളി വിടാൻ പോയിട്ട് ഉടനെ സുകന്യ പറയാട്ടോ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി അങ്ങോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. ധർമ്മേട്ടനും പോകരുത്. ധർമ്മേട്ടനും പോയാലും ഞാൻ പോവില്ല. അപ്പം അമ്മ പറയാട്ടോ, നിങ്ങളെല്ലാവരും കൂടെ മിണ്ടാതിരിക്കുക. നിങ്ങളാരും പോകണ്ട, ഞാൻ തന്നെ പോവാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എല്ലാം അവസാനിക്കുമല്ലോ. അപ്പത്തിന് അനന്തൻ അങ്ങോട്ട് പറയാം, അച്യുത നീ ഒന്ന് മിണ്ടാതിരിക്കുക. ദേവി ഇത് നമ്മൾ ധർമ്മനെ ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഏട്ടൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവരെ സപ്പോർട്ട് ചെയ്താൽ പറയുന്നില്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അച്യുതൻ ഒരു തരി വിട്ടുകൊടുക്കാനാവുന്നില്ല കേട്ടോ. അനന്തനും വന്ന് പറയാണ്, അതെ അവിടെ മറ്റുള്ള ചായവൊന്നും അധികം വേണ്ട, നിനക്കിവിടെ ഒരു കടയൊക്കെ ഇട്ട് നല്ല രീതിയിലാക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. പക്ഷേ നമ്മുടെ അമ്മയും അതിനെതിരാണ് കേട്ടോ. അനന്തനും അച്യുതനും ഒക്കെ പറയുന്നത് പോലെ കേട്ട് നീ നിന്നാൽ മതി. ഇത് ധർമ്മനാണെങ്കിൽ ആകെ മനപ്രയാസം കിട്ടും. അവർ ഇത്രയും വലിയ കടുത്ത വിഷമം അനുഭവിക്കുമ്പോൾ വീണ്ടും എരുതിയിൽ എണ്ണ കോരി ഒഴിക്കരുതെന്ന് വീണ്ടും ധർമ്മൻ പറയുന്നുണ്ട്. ധർമ്മൻ്റെ വാക്കിന് അവിടെ ആരും വില കൊടുക്കുന്നില്ല, സുകന്യ ഉൾപ്പെടെ ആരും. പക്ഷേ നമ്മ ഇത്രയാണെങ്കിൽ വിഷമിച്ചിരിക്കാൻ കേട്ടോ. എത്ര ബുക്ക് എടുത്തിട്ടും പഠിക്കാനും പോലും പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മുടെ മീനാക്ഷി വന്നത്. എന്താ മോളെ പഠിക്കാനും തോന്നുന്നില്ലേ? ഇല്ല ചേച്ചി, എനിക്ക് നല്ല വിഷമമുണ്ട്. രണ്ടാമതും ഏട്ടത്തി ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് പാവമല്ലേ ചേട്ടത്തി, അങ്ങനെ ഇറക്കി വിടണ്ടായിരുന്നു എന്ന് മിത്ര പറയാണ്. മീനാക്ഷി പറഞ്ഞോണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. നമ്മളെയൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ആ പാവം രാവിലെ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഈ അപ്പച്ചി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ തവണ ഇറക്കി വിട്ടത് അന്നത്തെ ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ന് ഏട്ടത്തെ പുറത്താക്കി വീണ്ടും കഥ കടിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മീനാക്ഷി പറയേണ്ട അമ്മയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത്രമാത്രം ഏട്ടത്തെ സ്നേഹിച്ചതാണ്, വിശ്വസിച്ചതാണ്. അമ്മ എപ്പോഴും പറയാറില്ലേ, നിങ്ങളെക്കാളും കൂടുതൽ എനിക്കിഷ്ടം ദേവിയാണെന്ന്. അത് വെറുതെ പറയുന്നതല്ല, അമ്മ സത്യമായിട്ട് പറയുന്നതാണ്. അമ്മയ്ക്ക് ഏട്ടത്തിയുടെ കാര്യത്തിൽ നമ്മുടെ അമ്മയ്ക്ക് എന്തോരം ശ്രദ്ധയായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ? സ്കൂളിൽ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും പിന്നെ IT കമ്പനിയിൽ ജോലിക്ക് പോയിരുന്ന സമയത്തും ഒക്കെ ഏട്ടത്തി വരാൻ വൈകുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു വെപ്രാളമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. ഏട്ടത്തി എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു അമ്മ എത്ര തവണ എന്നെ വിളിച്ചിട്ടുണ്ട് അറിയോ. അതൊന്നും കടമ തീർക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തതല്ല, സ്നേഹം കൊണ്ട് ചെയ്തതാണ്. അതാ അമ്മയ്ക്ക് ഇത്ര വാശിയും ദേഷ്യമൊക്കെ വന്നു പോയത് എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് തീരാ. ലേറ്റസ്റ്റ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്